ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വൻ പ്രതിഷേധമുണ്ടായി. ഇസ്രയേൽ നഗരങ്ങളിലുണ്ടായ പ്രതിഷേധത്തിൽ 7.5 ലക്ഷം ആളുകൾ പങ്കെടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതിനിടയിൽ പശ്ചിമേഷ്യയിലെ ഗസയിൽ 35 പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ ഈ വിശദാംശങ്ങളുമായി പി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഹായ്. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. ഞായറാഴ്ചയായിട്ട് മറ്റ് എൻഗേജ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു വിശ്വസിക്കുന്നു. ഞായറാഴ്ചകളിലൊക്കെ ഞാൻ ഇവിടെ ഉണ്ട്. നല്ല കാര്യം. പറയൂ ജെയിംസ്. എസ് കെ, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് യാതൊരു കുറവുമില്ല എന്ന് മാത്രമല്ല, ഇസ്രായേൽ സേന പ്രത്യേകിച്ച് ഈ പോളിയോ വാക്സിനൊക്കെ കൊടുത്ത് 6,40,000 കുട്ടികൾക്കാണ്, പലസ്തീൻ കുട്ടികൾക്ക് ഗസയിൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നത്. അപ്പോൾ പോളിയോ വാക്സിനിടയിൽ 2-3 ദിവസത്തേക്ക് മാത്രമാണ് യുദ്ധം നിർത്തിവെക്കുന്നത്. പക്ഷേ പോളിയോ വാക്സിൻ കൊടുത്ത അതേ പ്രദേശങ്ങളിൽ, അഭയാർത്ഥി ക്യാമ്പുകളിൽ തൊട്ടുപിറകെ മിസൈൽ വർഷം നടത്തുകയാണ് ഇസ്രായേൽ സേന. വലിയ ക്രൂരതയാണ്. കുട്ടികൾക്ക് പോളിയോ വാക്സിൻ കൊടുക്കുന്നത് അവർക്ക് പലയിടത്തും പോളിയോ വരുന്നു എന്നുള്ള വാർത്തകൾ വന്നതിന് ശേഷമാണ്. പോളിയോ പറന്നു പിടിച്ചാൽ ഇനിയും മരണസംഖ്യ കൂടും. അപ്പോൾ ഇതിനു വേണ്ടിയാണ് പരിമിതമായിട്ട് 2-3 ദിവസത്തേക്ക് വെടിനിർത്തുന്നത്. ഇത് എപ്പോൾ തീർന്നു എന്ന് റിപ്പോർട്ട് വരുന്നു ആ നിമിഷം തന്നെ അവിടെ പോയി ബോംബിടുകയാണ് ഇസ്രായേൽ. എന്തൊരു ക്രൂരമായ നടപടിയാണ്. അതിന് ഇടയിലാണ് എസ് കെ, ഒരു പക്ഷേ ഈ യുദ്ധം തുടങ്ങി 11 മാസം പിന്നിടുമ്പോൾ ഏറ്റവും വലിയ ഒരു പ്രതിഷേധത്തിൻ്റെ വാർത്ത ഇസ്രായേലിൽ നിന്ന് വരുന്നത്, ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെല്ലവീവിൽ മാത്രം 5 ലക്ഷം പേരാണ് ഈ പ്രതിഷേധ പ്രകടനവുമായിട്ട് ഇറങ്ങിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയോടാണ് ഏറ്റവും വലിയ പ്രതിഷേധം. ബന്ദികളെ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോഴും 100-ലേറെ ബന്ദികൾ ഹമാസിൻ്റെ കയ്യിലാണ്. അവരെ കൊണ്ടുവരാൻ 11 മാസം കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി യാതൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ഇതിന് തടസ്സം നിൽക്കുന്നു. അതുകൊണ്ട് ഓരോരുത്തരായി മരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് തുരങ്കത്തിൽ നിന്ന്, ഗസയിലെ തുരങ്കത്തിൽ നിന്ന് 6 ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹം കണ്ടെടുത്തത്. അപ്പോൾ അതിനെതിരെ 5 ലക്ഷം പേർ ടെല്ലവീവിൽ മാത്രം, എസ് കെ, മറ്റ് നഗരങ്ങളിലായി 2.5 ലക്ഷം പേര് കൂടി. അപ്പോൾ മൊത്തത്തിൽ 7.5 ലക്ഷം പേരാണ് ഇസ്രായേലിൽ ഔദ്യോഗികമായിട്ട് കണക്കനുസരിച്ച് ഇസ്രായേലിലെ പ്രധാനമന്ത്രിക്കും ഭരണകൂടത്തിനുമെതിരെ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ അതിനെതിരെ പാലസ്തീൻ സംഘടനകൾ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇസ്രായേലി ബന്ദികളെ വിടാത്തതിലുള്ള പ്രതിഷേധമാണ്. നിങ്ങൾ എന്തുകൊണ്ട് പാലസ്തീനിൽ ഇപ്പോൾ 41,000-ഓളം പേരെ 11 മാസത്തിനുള്ളിൽ കൂട്ടക്കൊല ചെയ്തിരിക്കുന്നു, അതിനെതിരെ എന്തുകൊണ്ട് ഇസ്രായേലികൾ പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം പാലസ്തീൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ആഞ്ഞടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വീണ്ടും ഹെസ്ബുള്ളയും ലെബനനിൽ നിന്ന് ഇസ്രായേൽ സേനയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഹെസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സേന റെയ്ഡ് നടത്തി. അതിനിടയിൽ ആരോഗ്യ പ്രവർത്തകരായ 3 പേർ മരണമടഞ്ഞു, കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. അതിനെതിരായിട്ട് വടക്കൻ ഇസ്രായേലിലേക്ക് ഹെസ്ബുള്ള നിരവധി റോക്കറ്റുകൾ അയച്ചു. ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ പ്രശ്നമുണ്ടായി. ഒപ്പം തന്നെ എസ് കെ, ഉക്രൈനിൽ നിന്ന് വരുന്ന വാർത്തകളും യുദ്ധം വ്യാപിക്കുന്നു എന്നാണ്. 2.5 വർഷം പിന്നിട്ട യുദ്ധത്തിൽ ഇപ്പോൾ 70ഓളം ഡ്രോണുകളാണ് റഷ്യയിൽ നിന്ന് കീവ് അടക്കം, തലസ്ഥാനത്തടക്കം അയച്ചത്. കീവിലെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ തൊട്ടുഭാഗത്ത് വെച്ച് അത് വെടിവെച്ചിട്ടു. അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ വീണ്ടും ഒരു അപകടകരമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ഡയറക്ടർ വില്യം ബേൺസിൻ്റെ വശത്ത് നിന്നാണ്. ഒരു പക്ഷേ റഷ്യ അണുവായുധം പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. കാരണം റഷ്യയുടെ മണ്ണിൽ ഇപ്പോൾ ഏതാണ്ട് 1300 സ്ക്വയർ കിലോമീറ്റർ ഉക്രൈൻ സേന കയറി നിൽക്കുകയാണ്. വളരെ അസ്വസ്ഥനാണ് പുടിൻ രണ്ടും കൈവിട്ട് ഒരുപക്ഷെ ഏത് തരത്തിലെങ്കിലും അണ്വായുധം പ്രയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന അപകട ഭീഷണി കൂടി ഈ മണിക്കൂറുകളിൽ വരുന്നു. എസ് കെ. താങ്ക് യു പി ജെ.